ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കാണുന്ന വീട് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വീട് 1100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. അപ്പോൾ നമ്മളെ മെയിനായിട്ട് മഴക്കാലമാണ് വരുന്നത്. അപ്പോൾ ലീക്കൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് പേരുടെ വീട് കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. ചുമരിലേക്ക് ലീക്ക് ഇറങ്ങിയിട്ട് കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫിങ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ 1100 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ എത്ര രൂപ ചെലവ് വരുന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളിവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പ്രഷർ വാഷർ വെച്ചിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അടിക്കാൻ. എങ്കിലേ നമുക്ക് പാലും പൂപ്പലൊക്കെ ക്ലിയർ ആയിട്ട് പോരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രഷർ വാഷർ വെച്ചിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അടിക്കണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റൂഫ് സീൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിലാണ് വാട്ടർ പ്രൂഫ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് ചൂട് ഇറങ്ങൂല. അപ്പോൾ നമുക്ക് ചൂടിനെ ഒരുപാട് കുറക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള കുറേ ഉപകാരങ്ങളും അതുകൊണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇന്ന് കഴുകി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് വാട്ടർ പ്രൂഫിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് പൊടി അതുപോലെ വെള്ളത്തിൻ്റെ നനവ് ഇതൊന്നും ഉണ്ടാവരുത്. അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ നമ്മൾ ഇത് എന്താണെന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കുന്നത് പോലെ വെറുതെ എന്തെങ്കിലും ചെയ്തു പോയിട്ട് കാര്യമില്ല. നമ്മൾക്ക് രണ്ട് രീതിയിൽ വാട്ടർ പ്രൂഫിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. റോളർ വെച്ചിട്ട് അടിക്കാം, അതുപോലെ ബ്രഷ് വെച്ചിട്ടും അടിക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് റോളർ വെച്ചിട്ടാണ് അടിക്കുന്നത്. പിന്നെ വാട്ടർ പ്രൂഫ് അടിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് പാരപ്പറ്റിൻ്റെ ഉൾഭാഗം കൂടി ഫുള്ളാക്കിയിട്ട് വാട്ടർ പ്രൂഫ് അടിക്കണം. പാരപ്പറ്റിൻ്റെ ഉൾഭാഗം അതുപോലെ അതിൻ്റെ മുകൾ ഭാഗം കൂടി കയറ്റിങ്ങാണ്ട് വേണം അടിക്കാൻ. എന്താണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പാരപ്പറ്റുമേ വെള്ളം ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതും പാടെ കൂട്ടിങ്ങാണ്ട് അടിക്കണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ചുമരിൻ്റെ ഭാഗമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു 2 അടി 3 അടി വരെയൊക്കെ കയറ്റിങ്ങാണ്ട് 3 കോട്ട് അടിച്ച് കൊടുക്കണം. എങ്കിലേ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ വെറുതെ എന്തെങ്കിലും ചെയ്ത് പോയിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് ഇറങ്ങിയാൽ പിന്നെയും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമുക്ക് പാർട്ടിക്കാർ വീണ്ടും വിളിച്ചിങ്ങാണ്ട് കംപ്ലൈൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു റീമാർക്കാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 മണിക്കൂറാണിത് ഉണങ്ങാനുള്ള ടൈം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് ഒരു ദിവസം അടിക്കുക, പിന്നെ അതുപോലെ പിറ്റേ ദിവസം സെക്കൻഡ് കോട്ട് അടിച്ച് കൊടുക്കുക, പിന്നെ അതുപോലെ അത് ഉണങ്ങിയിട്ട് തേർഡ് കോട്ട് അടിക്കുക. നമ്മളിവിടെ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ നമ്മൾ 1 ലിറ്റർ വാട്ടർ പ്രൂഫാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 300 ഒക്കെ ആയിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് അടിക്കുക. ഫസ്റ്റ് കോട്ട് ഒരു പ്രൈമർ കോട്ട് പോലെ അടിക്കുക. പിന്നെ സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും ഒരിക്കലും വെള്ളം കൂട്ടരുത്. വെള്ളം കൂട്ടാതെ വേണം അടിക്കാൻ. ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ അടിക്കുക. ഇത് അടിക്കാൻ നമുക്ക് 60 ലിറ്റർ വാട്ടർ പ്രൂഫ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു 20 ലിറ്ററിന് 5500 രൂപയാണ് നമുക്ക് ഒരു ബക്കറ്റിന് ആയിട്ടുള്ളത്. പിന്നെ ലേബർ ചാർജ് എക്സ്ട്രാ നമുക്ക് ആയിട്ടുണ്ട്.